ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയ അതുകൂട്ട് കുറച്ച് കേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും നോക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് തണുത്ത പാലാണ് എടുക്കുന്നത്. ഈ തണുത്ത പാലും കൊണ്ടാണ് ഉണ്ടാക്കുവാണെങ്കിലായിരിക്കും കൂടുതൽ ഷേക്കിനൊക്കെ ടേസ്റ്റ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം അതും കൂടി ചേർത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാന്. അപ്പൊ ഐസ്ക്രീം ഒക്കെ നല്ലതുപോലെ സെറ്റ് ആയിട്ടിരിക്കുന്ന ഐസ്ക്രീം എടുക്കണം. അപ്പൊ നമുക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു സ്പൂണും കൂടെ കൂട്ടി നമ്മൾ ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അത് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോ നമ്മളൊരു കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ 1 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്തിട്ട് വേണം മിക്സിയിൽ ഒന്നിച്ചടിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചടിച്ചെടുത്താൽ മതിയാകും. ഷേക്കിനാകുമ്പോൾ ഒരു വലിയ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർക്കാം. അതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോ ഒരു 2 സ്പൂണ് പഞ്ചസാര മതിയാവും. ടേസ്റ്റ് ഒക്കെ ആവശ്യമനുസരിച്ച് കൂടുതൽ നമ്മൾ വേണമെങ്കിൽ കൂടുതൽ പിന്നെയും ചേർക്കണം. ഇപ്പൊ റെഡ് വെൽവെറ്റ് കേക്കിന്റെ 2 പീസും കൂടി നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർക്കാം. അപ്പൊ മധുരമൊക്കെ ആവശ്യമനുസരിച്ച് ഒന്ന് നോക്കണം. കൂടുതൽ വേണ്ടിയവരെ കൂടുതൽ ചേർക്കണം. ഷേക്കാകുമ്പോൾ ഇത്തിരി മധുരം ഉള്ളതായിരിക്കും നല്ലത്. ഇനി അതിന് നമ്മൾ ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ നമുക്ക് ഷേക്കിന് ഒരു കളർ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഒട്ടും കൂടുതൽ ഒഴിക്കേണ്ട. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റും ഐസ്ക്രീമും എല്ലാം കൂടി നല്ല അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ജ്യൂസിന്റെ ഷേക്കിന്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ്, അതൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്റെ മേളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ടാൽ മതി. അപ്പൊ കുറേശ്ശെ ഈ മെൽറ്റായ ചോക്ലേറ്റ് നമ്മൾ ഗ്ലാസിന്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ചെറുതായിട്ടൊരു മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിപ്പം ഞാൻ കാണിക്കാം. നമ്മൾ ആ റെഡ് വെൽവെറ്റിന്റെ പൊടി ഈ ഗ്ലാസിന്റെ വക്കലെല്ലാം നല്ലതുപോലെ പറ്റിപ്പിക്കണം. അപ്പം ഇത് മതിയാകും. ഇതുപോലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സഡ് ചെറിയ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുത്ത് ഗ്ലാസ്സിൽ ആ ചോക്ലേറ്റിലെല്ലാം റെഡ് വെൽവെറ്റ് ഇത് കണ്ടോ, അപ്പം നല്ലതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സൈഡിലും നമ്മൾ ആ ചോക്ലേറ്റ് തേച്ച് കൊടുത്തിരിക്കുന്ന എല്ലാ സൈഡിലും റെഡ് വെൽവെറ്റിന്റെ കേക്ക് നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതൊന്ന് പൊടിയൊന്നും താഴോട്ട് പോവാതെ ഇരിക്കും. അപ്പോൾ ഗ്ലാസ് ഒക്കെ നല്ലപോലെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചെടുത്ത് ഇത് ഒഴിക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒന്ന് ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കേക്കിൻ്റെ പീസും കൂടി നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഷേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ആരെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു ഷേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ വീട്ടിൽ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷേക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നമുക്ക് അത് നല്ലതായിട്ട് എല്ലാവർക്കും കൊടുക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.